നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് ഇത്തിഹാദിൽ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുന്ന ഒരു പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യപാദം ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് ജയിച്ചതാണ്. അതിന് പകരം വീട്ടിയിട്ട് കടവും വീട്ടിയിട്ട് വിജയത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമോ സിറ്റിക്ക് ഇവിടെ എന്നതാണ് ചോദ്യം. എളുപ്പമല്ല. പക്ഷേ പെപ് ഗാർഡിയോള പറയുന്നു വളരെ ആത്മവിശ്വാസത്തോടു കൂടി, ഇത് ഫുട്ബോൾ ഗെയിമാണ്, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മത്സരം വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ബാക്കി പിന്നാലെ സംഭവിച്ചോളും, പിന്നാലെ നോക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബെർണാഡോ സിൽവയും പറഞ്ഞത്, അതായത് സിറ്റിയുടെ ക്യാപ്റ്റൻ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് ഒരു ഫുട്ബോൾ ഗെയിമിൽ. സോ മാഡ്രിഡിലെ റിസൾട്ട് വളരെ മോശമായിരുന്നെങ്കിലും ഞങ്ങളിവിടെ അവസാനം വരെ പൊരുതും എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. തിരികെ വരുമോ എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഒരിക്കലും ഈസിയല്ല. കാരണം ഒരാഴ്ച മാത്രമാണ് ഇപ്പോൾ കളി കഴിഞ്ഞിട്ട് നമ്മൾ കളിക്കാൻ ഇറങ്ങുന്നത്. യൂഷ്വലി ആഫ്റ്റർ എ ബിഗ് ഡിഫീറ്റ് നമുക്ക് സ്വാഭാവികമായിട്ടും വളരെ ഡാർക്കായിട്ടെല്ലാം ഫീൽ ചെയ്യും. ദെൻ പിന്നെ കാര്യങ്ങളൊന്നുകൂടി ബ്രൈറ്ററായിട്ട് മാറും. സോ ഈ വീക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കറിയാം ഇവിടെ ബൗൺസ് ബാക്ക് ചെയ്യാൻ ഞങ്ങൾ കേപ്പബിൾ ആണെന്നറിയാം, ഒരു പരിശ്രമം നടത്തും എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം അൽവാരോ ആർബിലോവ കൃത്യമായ ബോധ്യത്തിലാണ്. റയൽ മാഡ്രിഡിൻ്റെ കോച്ച് പറയുന്നത്, ഞങ്ങൾ ഈ മത്സരം എത്രത്തോളം ഡിഫിക്കൽട്ടായിരിക്കും എന്നുള്ളതൊരു വളരെ അവെയറാണ്. അതുപോലെ ഓപ്പണൻ്റ് ടീമിൻ്റെ കേപ്പബിലിറ്റി എന്താണ് എന്നുള്ളതും അവരുടെ കാലിബർ എന്താണ് എന്നുള്ളതും ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് ലെവൽ പെർഫോമൻസ് ഞങ്ങൾ ഡെലിവർ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് ലെഗിനനുസരിച്ചെങ്കിലും അതിനേക്കാൾ കൂടുതലോ, ഫസ്റ്റ് ലെഗിനൊപ്പമോ അതിനേക്കാൾ കൂടുതലോ നന്നായി ഞങ്ങൾ കളിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടണം. പിന്നീട് സോളിഡാരിറ്റി, എഫേർട്ട് ആൻഡ് സാക്രിഫൈസ്. തീർച്ചയായിട്ടും അവർക്കൊരു സീരിയസ് ഡാമേജ് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമല്ല എന്ന് തന്നെ അൽവാരോ ആർബിലോവ പറയുന്നു. ഇന്നത്തെ മത്സരത്തിന് കിലിയൻ എംബാപ്പെ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മത്സരം നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെങ്കിൽ അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അദ്ദേഹം ബെഞ്ചിൽ നിന്ന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3-0 ലീഡ്. റയൽ 1 ഗോള് തുടക്കത്തിലിടുകയാണെങ്കിൽ സിറ്റിക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. അതല്ല, ആദ്യ പകുതിയിൽ സിറ്റി എങ്ങാനും 2 ഗോള് റയലിൻ്റെ വലയിലേക്ക് എത്തിച്ചാൽ ഗെയിം ഓൺ. സെക്കൻഡ് ഹാഫിൽ കളി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സോ മികച്ചൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ 2 ടീമിൻ്റെയും ഫോം ഗൈഡ് നോക്കുമ്പോൾ അവസാനമായി കളിച്ച 5 കളികളിൽ 2-2 ജയമേ സിറ്റിക്കുള്ളൂ. സിറ്റിക്ക് ബാക്കി 2 കളി സമനിലയും 1 കളി തോൽവിയുമാണ്. അത് റയലിനോട് തോറ്റതാണ്. മറുഭാഗത്ത് റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിൽ അവസാനമായി അവർ കളിച്ച 5 കളികളിൽ 4 വിജയിച്ചു, 1 തോറ്റു. പിന്നെ ഇവരുടെ ഹെഡ് ടു ഹെഡ് നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ യുവേഫ നൽകുന്ന വിവരപ്രകാരം സിറ്റി 5 കളി ജയിച്ചപ്പോൾ റയൽ 6 കളി ജയിച്ചു, 5 കളി സമനിലയായി. സിറ്റി 26 ഗോൾ അടിച്ചപ്പോൾ റയൽ 28 ഗോൾ അടിച്ചു. ഈ കണക്കുകളൊക്കെ പഴയ കണക്കുകളാണ്. അത് മാറി മറിയും ഇന്നത്തെ ദിവസം. ആ 3 ഗോളിൻ്റെ കടത്തിന് മാത്രമേ വിലയുള്ളൂ. ആ കടം വീട്ടുമോ സിറ്റി, എന്നിട്ട് ജയിച്ച് കയറുമോ, അതാണ് അറിയേണ്ടത്. അതല്ല റയൽ രാജകീയമായി തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുമോ. ചേഴ്സ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.